ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ചിട്ടും ബസ്സുകൾ കയറുന്നില്ല. നവീകരണം ഏകപക്ഷീയമായ തീരുമാനമെന്ന് ബസ് ഉടമകളുടെ ആക്ഷേപം. ബസ് സ്റ്റാൻഡിലെ റോഡ് ടാറിംഗ് പൂർത്തീകരിച്ചെങ്കിലും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നില്ല. അടൂർ റോഡിൽ നിന്നും സ്റ്റാൻഡുകളിലേക്കുള്ള ചെങ്കുത്തായ ഇറക്കവും പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ലാത്തതും സ്റ്റാൻഡിന്റെ പോരായ്മയായി സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു. ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായാൽ ഭരണിക്കാവ് ജംഗ്ഷനിലെ സ്റ്റോപ്പുകൾ ഉപേക്ഷിക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. ഇത് വ്യാപാരികളുടെ എതിർപ്പിന് ആക്കം കൂട്ടാനും സാധ്യത ഏറെയാണ്. ശാസ്താംകോട്ട അടൂർ റൂട്ടിൽ മുസലിയാർ ഫാമിൽ 2015 75 ലക്ഷം രൂപ വിനിയോഗിച്ച് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. ഏറെ കൊട്ടിഘോഷിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിലെ അപാകത മൂലം അധികം വൈകാതെ തകർന്നു. ടാറിംഗ് പൂർണ്ണമായി നഷ്ടപ്പെട്ട ബസ് സ്റ്റാൻഡ് ആദ്യം KSRTCയും പിന്നാലെ സ്വകാര്യ ബസ്സുകളും കൈയൊഴിഞ്ഞു. ഇതോടെ സാമൂഹ്യവിരുദ്ധരുടെ വികാര കേന്ദ്രമായി ഇവിടം മാറി. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടിയിരുന്ന ഭരണിക്കാവ് ജംഗ്ഷൻ ആശ്വാസമായി. ട്രാഫിക് സംവിധാനം നിലവിൽ വന്നതോടെ ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി. ഇതോടെ ശാസ്താംകോട്ട ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ 15 ലക്ഷം രൂപ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വകയിരുത്തി. നവീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി സ്റ്റാൻഡിലെ റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ചു. എന്നാൽ ടാറിംഗ് പൂർത്തീകരിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ തയ്യാറാകുന്നില്ല. അടൂർ റോഡിൽ നിന്ന് സ്റ്റാൻഡിലേക്കുള്ള ചെങ്കുത്തായ ഇറക്കവും പ്രാഥമിക സൗകര്യങ്ങളില്ലാത്തതും സ്റ്റാൻഡിന്റെ പോരായ്മയായി സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു. കുന്നത്തൂരിന്റെ സ്ഥിരകേന്ദ്രമായ ഭരണിക്കാവിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തനമായിട്ട് 10-12 വർഷത്തോളമാകുന്നു. അധികാരികളുടെ അനാസ്ഥ മൂലം ഇവിടെ വാഹനങ്ങൾ കയറാനോ ഇറങ്ങാൻ വയ്യാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ അടുത്ത സമയത്ത് ഞങ്ങൾ കോടതിയെ സമീപിക്കും എന്നുള്ള ഒരു വാർത്ത പോയപ്പോഴത്തേക്ക് അവിടെ പേരിന് മാത്രം ടാറ് കുറച്ച് പൈസ ചെലവാക്കി ടാർ ചെയ്തിട്ടുണ്ട്. ആ ടാറും ഈ ഒരു മഴ കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിന്റെ അന്ത്യം കുറിക്കും. അത്തരത്തിലാണ് ടാറിങ് നടന്നിരിക്കുന്നത്. അതിലൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ നമുക്ക് ഞങ്ങളുടെ ബസ്സുകൾ കയറാനും ഇറങ്ങാനുമുള്ള വഴി വൃത്തിയാക്കി തരിക. കിഴക്കേശ്ശേരി പാർട്ടി ഓഫീസിന്റെ താഴെ കൂടെയുള്ള വണ്ടി യാത്രക്കാർ വരുമ്പോൾ വണ്ടിയുടെ അടിഭാഗം തട്ടുകയും വണ്ടിക്ക് നാശനഷ്ടം സംഭവിക്കുകയും തരുന്ന തരത്തിലാണ് ആ റോഡ്. പടിഞ്ഞാറ് സൈഡിൽ കൂടിയാണെങ്കിൽ ഒരു വണ്ടിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഇതെല്ലാം ഒന്ന് നേരെയാക്കി തന്നാൽ ബസ്സുകൾ മുഴുവൻ കയറ്റാൻ ഞങ്ങൾ പ്രൈവറ്റ് ബസ് തയ്യാറാണ്. ഒപ്പം KSRTCയും കൂടെ കയറാനുള്ള നടപടി ഉണ്ടാകണം. ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്ന പഞ്ചായത്തായാലും MLA ആയാലും ഒക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് സുഗമമായി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുകയുള്ളൂ. ഞങ്ങൾ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനെ സ്വാഗതം ചെയ്യുകയാണ്. എത്രയും വേഗം അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പണിഞ്ഞ് വൃത്തിയാക്കി നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായാൽ ഭരണിക്കാവ് ജംഗ്ഷനിലെ സ്റ്റോപ്പുകൾ ഉപേക്ഷിക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. എന്നാൽ ഇത് വ്യാപാരികളുടെ എതിർപ്പിന് ആക്കം കൂട്ടാനാണ് സാധ്യത. എന്നാൽ ചർച്ച നടത്തി ഏവരെയും സമവായത്തിലെത്തിക്കാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ ശ്രമം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.